കളിച്ച് കളിയിൽ കൊതിവിട്ട് അവസാനം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവും. കേരളത്തിൻ്റെ മതേതര മനസ്സ് ഇതുവരെ വി ഡി സതീശനും നമ്മുടെ വെള്ളാപ്പള്ളിക്ക് മനസ്സിലായിട്ടില്ല, പിന്നെ സുകുമാരൻ നായർക്ക് മനസ്സിലായിട്ടില്ല. വി ഡി സതീശനെ തോൽപ്പിക്കുക എന്നുള്ള വളരെ സംഘടിതമായ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് വനവാസത്തിലേക്ക് അയക്കാം എന്ന് വളരെ സംഘടിതമായി നിൽക്കുമ്പോൾ അദ്ദേഹം ആദർശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരു ഗുണമുണ്ട് കേരളത്തിൽ. ആദർശം വല്ലാതെ പറയുന്നവർക്ക് അവസരമുള്ളൊരു നാടാണ് ഇവിടെ. കെ ആൻ്റണി വലിയ ആദർശം പറഞ്ഞ് ബഹളം ഉണ്ടാക്കിപ്പോയി. ആൻ്റണിക്ക് മരണം വരെ, അതായത് അവസാന കാലം, ഇപ്പം മരിച്ചിട്ടില്ല, അവസാനം വരെ അദ്ദേഹത്തിന് നന്നായി നന്നായി കൊണ്ടുപോകാൻ പറ്റി. ഇപ്പോൾ ബി ജെ പി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വീണ്ടും ഒന്നാമനായി തന്നെ ആൻ്റണി ജീവിച്ചേനെ. അതുപോലെ തന്നെ ഇവിടെ മതേതരം എന്ന് പറയുന്നൊരു സാധനം കിടപ്പുണ്ട്. ഒരു മതമൊക്കെ ഉണ്ട് ഇവിടെ. ആളുകൾ മതവും ജാതിയൊക്കെ ചിന്തിക്കുന്നെങ്കിൽ ഒരു മതേതര ബോധം കിടപ്പുണ്ട്. പിന്നെ വി ഡി സതീശൻ നല്ല പാട്ടും പാടി അവിടെ ജയിക്കും. വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും വരും. വി ഡി സതീശൻ്റെ ജാതകവശാൽ സമയം കൊള്ളാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ജാതകം നോക്കാനുള്ള സംവിധാനം ചെയ്യിച്ചപ്പോൾ ജാതകവശാൽ അടിപൊളി സമയമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ശത്രുക്കളെല്ലാം കൂടെ ഒന്നിക്കുകയും അപ്പോഴാണ് ശക്തി കൂടുന്നത്. നമുക്കൊരു ശത്രു ഒറ്റയ്ക്ക് നിന്നാൽ ശക്തി കൂടില്ല, എല്ലാവരും ഒന്നിക്കുകയും നമുക്ക് ശക്തി കൂടുകയും ചെയ്യും. ഇന്നലെയും വി ഡി സതീശൻ നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വർഗീയതയുമായി ഒരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ട് ഈ വർഗീയത എന്ന് കേൾക്കുമ്പോൾ ന്യൂജൻ പിള്ളേരാരും അതിൻ്റെ പിറകെ പോവില്ല, ജാതി മതത്തിൻ്റെ പിറകെ പോവില്ല, മതേതരവാദികൾ പോവില്ല, കമ്മ്യൂണിസ്റ്റുകാർ പോവില്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോവില്ല, യഥാർത്ഥ ഇടതുപക്ഷക്കാർ പോവില്ല. അവരുടെ എല്ലാ വോട്ട് കോൺഗ്രസ്സിന് കിട്ടാൻ പോവുകയാണ് ഇപ്രാവശ്യം. അതുകൊണ്ട് UDF തന്നെ നല്ല 100 സീറ്റിലധികം അധികാരത്തിൽ വരും. വി ഡി സതീശനായിരിക്കും അതിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീൽഡ് തല റിപ്പോർട്ട്. ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം. BJPയും കോൺഗ്രസ് CPM ആയിട്ടുള്ള അന്തർധാരകളും അല്ലെ പരസ്പര സഹായവും അല്ലെ പർപ്പസായിട്ട് കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്നുള്ള ആരുടെയെങ്കിലും ഒരു ഇത് വെച്ചുകൊണ്ട് ക്രോസ് വോട്ടും പരിപാടികളൊക്കെ നടന്നാൽ പിന്നെ കഥ മാറും. അല്ലെങ്കിൽ ഇന്നത്തെ നിലയിൽ പോയാൽ വി ഡി സതീശൻ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുക്കുന്ന നിലപാടിൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു. ചാനലുകളിലായാലും പത്രങ്ങളിലായാലും എവിടെയായാലും പറയുന്ന നിലപാടിൽ അദ്ദേഹം നിൽക്കുന്നു, വെള്ളം ചേർക്കുന്നില്ല. അത് വലിയൊരു കാര്യമാണ്. അങ്ങനെയും ഒരു നേതാവ് വേണമല്ലോ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ വി ഡി സതീശന് പിന്തുണ കൊടുക്കേണ്ടത് ഈ കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. വി ഡി സതീശൻ ജയിക്കട്ടെ. വി ഡി സതീശൻ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമായി വരേണ്ടുന്ന ഒരാൾ. ഇപ്പം നമ്മൾ ശോഭാ സുരേന്ദ്രൻ വരേണ്ട ഒരാളാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷാനിമാൾ ഉസ്മാൻ വരേണ്ട ഒരാളാണ്. അങ്ങനെ എല്ലാ പാർട്ടിയിലും, നമ്മൾ ഇതിനകത്ത് പാർട്ടി എന്നുള്ള ചാനലൊന്നുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലും നന്മയുള്ള, നിലപാടുള്ള, ആദർശമുള്ള, ആദർശശുദ്ധിയുള്ള നേതാക്കൾ വളർന്നു വരണം. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് വളരെയധികം നിലപാട് തറക്കാരൻ തന്നെയാണ്, നിലപാടുകളുടെ രാജകുമാരൻ തന്നെയാണ്. തീർച്ചയായിട്ടും എന്തെല്ലാം പ്രതിഷേധം കേട്ടിട്ടും എന്തെല്ലാം ആക്ഷേപം കേട്ടിട്ടും എന്തുമാത്രം കല്ലെറി വന്നിട്ടും വി ഡി സതീശൻ 1 മില്ലിമീറ്റർ പോലും മാറിയിട്ടില്ല. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ അദ്ദേഹം നിൽക്കുകയാണ്. അതുകൊണ്ട് അത് കോൺഗ്രസിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പറ്റുന്നത്. അങ്ങനെ അദ്ദേഹം നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഈ പറയുന്നത് തീർച്ചയായിട്ടും സീനിയറായിട്ടുള്ള വെറ്ററനായിട്ടുള്ള വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയൊക്കെ പറയാവോ, അത് വേറൊരു വിഷയമാണ്. പക്ഷേ അവരും പറച്ചിൽ നിർത്തണ്ടേ? അവരും 1 മില്ലിമീറ്റർ ഇല്ലാതെ പറയുന്നു. അങ്ങനെ പറയുന്നതിലൂടെ ഒരു ഹിന്ദു ഐക്യം അപ്പുറത്തുണ്ടാക്കിയെടുക്കാമെന്നാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും വിചാരിക്കുന്നതെങ്കിൽ അത് അബദ്ധമായി പോകും, പപ്പടം പോലെ പൊളിഞ്ഞു പോകും. അത് വി ഡി സതീശനും UDFന് അനുകൂലമായി മാറാനാണ് എല്ലാവിധ സാധ്യതകളും തുറന്നു കിടക്കുന്നത്. മുസ്ലിമിൻ്റെ നല്ല കൺസോൾട്ടേഷൻ നടക്കും, ക്രിസ്ത്യാനികളുടെ കൺസോൾട്ടേഷൻ നടക്കും. അത് ഉറപ്പാക്കിക്കൊണ്ട് ഹിന്ദു കൺസൾട്ടേഷനിൽ വിള്ളൽ വീഴ്ത്താൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. ആ വിള്ളലിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുക UDF തന്നെയായിരിക്കും. ഇന്നത്തെ നിലയിൽ വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം.